ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് ഉന്മാദം. അതിൽ അഭിനയിച്ചിട്ടുള്ളത് കുഞ്ചാക്കോ ബോബൻ, പിന്നെ ജിയോ മോൾ ജോസുമുണ്ട്, പിന്നെ സംവിധായകന്റെ പേര് കിരൺ ദാസ് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ റിയാക്ഷനിലോട്ട് പോകാം. കുഞ്ചാക്കോ ബോബൻ അതെന്ത് ഫയല്? ഇതൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. അതെനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് എവിടെന്നോ എന്തൊക്കെ കേട്ടോന്നിരിക്കും. ഇല്ല, സൈക്കോളജിക്കൽ മൂവിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഫയലില് എന്തോ ഉണ്ട്. കേസ് അത്രയും വലിയ കേസ്. അത് വലിയ കേസില്ല, അത് തൊടാൻ പേടിയെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു നിഗൂഢമായിട്ടുള്ള എന്തോ ഉണ്ട്. അതിപ്പോ കാണിക്കുന്നത് അങ്ങനെയാണല്ലോ. അവന്റെ ഒരു ഇത് ഭയവും നോക്കാമോ. ഇവരുടെ കിടക്കുന്നു. അതാര് ചത്ത് കിടക്കണേ? അതായത് എനിക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെ കാണിച്ചു പോണത് സംഭവം. ഇപ്പൊ അതിന് അന്വേഷിക്കാൻ ഇറങ്ങി. അതായത് ഒരാളെ കൊല്ലണതിന്റെ പുറകെ പോണായിരിക്കും. അതിനെ ഇവ അന്വേഷിക്കാണ്. രാവിലെ രാത്രി കടന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് കേസിന്റെ എന്തോ ഒരു പ്രത്യേക താല്പര്യം ഇവനുണ്ട്. വേറെ ആരും തൊടാത്ത കേസ് ഇവൻ തൊടാൻ വേണ്ടി നിൽക്കണം. പെണ്ണാരാണ് മരിച്ചു കിടക്കുന്നത്? നായിക. നായിക തന്നെ. ആരോ ഒന്ന് കാണിച്ച് കാണാം. വണ്ടിയുടെ കംപ്ലൈന്റ്. ഓ, ആ ഷോട്ട് കൊള്ളാല്ലേ? പെട്ടെന്ന് പല്ലൊന്ന് ഒരു കേസിന് എന്തൊക്കെയോ നിഗൂഢത ഉണ്ട് എന്ന് വെച്ചാ പ്രേതത്തിന്റെ ഒരു പ്രസൻസ് പോലത്തെ. അത് പോയിട്ട് ആ പല്ലി ഉണ്ടാ. പല്ലി എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തോ അവൻ പല്ലി എന്തോ പ്രശ്നമാണല്ലേ. വീട്ടിൽ വെച്ചൊരിക്കൽ പറയണ, അവളോട് പറയണ, ജിയോ മോൾ ജോസിനോട് പറയണ ഒരു സീനുണ്ട്. പല്ലീനെ കണ്ടെന്ന്. അങ്ങനെ എന്തോ ഒരു ബാക്കി നോക്കാം. ആ ഫയല് തൊട്ടാ ഏകദേശം എല്ലാരും തീരുമെന്നാണ് കാണിക്കുന്നത്. ഇവൻ തൊടുകയും ചെയ്തു. അതിനുശേഷം ഇവന്റെ ലൈഫിൽ കുറെ ട്രാജഡി പോലത്തെ സംഭവം അറിഞ്ഞൂടാ. നോക്കാം. അടുത്ത് ഇവൻ കുടുക്കി പോയി ചാടിയത് മാത്രമല്ല, ഇടയ്ക്ക് മറ്റോ പറയണം, മനുഷ്യന്മാരെ മാത്രമല്ലേ നമുക്ക് തൊടാൻ പറ്റുമോ? ഇത് മനുഷ്യന്മാരില്ലേ എന്ന് വെച്ചാൽ പ്രേതമായിരിക്കുമോ? സൈക്കോ. ചിലപ്പോ സൈക്കോ ആയിരിക്കും. സൈക്കോ ആയിരിക്കോ? അതിന് കാണിച്ചില്ലല്ലോ. വില്ലന്മാരൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചിലപ്പോ സൈക്കോ ആയിരിക്കാം. സൈക്കോത്തനമായിട്ടുള്ള ആൾക്കാർ ചിലപ്പം കാണും. അതിലിപ്പോ തൊട്ട് കഴിഞ്ഞാൽ പണിയാവും. അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഹൊറർ ആയിട്ടുള്ള ഒരു ഇത്. നോക്കാം. ഇത് ആൾക്കാർ തന്നെയാണ് പിടിക്കണ്ട. പിന്നെയും പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. ട്രെയിലറിൽ മൊത്തം ഇത് കാണിച്ചിട്ട് മൂവി കാണുമ്പോ വേറെ സൈക്കോളജിക്കൽ ത്രില്ലർ. അപ്പൊ അത് തന്നെ സംഭവം. ചുമ്മാ പേടിപ്പിച്ച് ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കും. പിശാച് ഉണ്ടോ അതുണ്ടോന്ന് വിചാരിക്കും. പക്ഷേ ലാസ്റ്റ് ഒന്നും കാണില്ല. ഒരു വില്ലൻ കാണും. മെയിൻ വില്ലൻ കാണും. അത് കിടിലായിരിക്കും ചിലപ്പം. ഇതിന് പ്രേതമായിരിക്കുമോ? നമുക്ക് നോക്കിയാലോ ബാക്കി. ഇവൻ പേടിച്ചേട്ടാ, ഫുള്ളായിട്ട് പേടിച്ച്. ആ ഷോട്ടുള്ള അല്ലേ? അതിൽ പോയി കുടുങ്ങി. പിന്നെ ഓട്ടം വിളി ആയിപ്പോയി. അല്ലെങ്കിൽ ലൈഫ് മൊത്തം പോയി അല്ലേ? ലൈഫ് പോയതില്ല. അവൻ ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട പോലെ. അത് തന്നെ. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഓടണായിരിക്കും. ചാടിയണിക്കണ്ട ഭാര്യനെ തട്ടി മാറ്റിട്ട്. എന്ന് വെച്ചാ മൊത്തം ഒരു ഇതായി പോയി. മെന്റൽ പോലെ ആയി. മെന്റലില്ല, നമ്മളെ ഇത് മാറി. മൈൻഡ് മാറി. പേടിപ്പിക്കുകയും ചെയ്യണം ആരോ. ബാക്കി നോക്കാം. ഇതാരേ ഇനി ഇവന്റെ തോന്നലോ? പിന്നെ വേണം പല്ലി. ഒന്ന് അവിടെ തീർത്ത്. എന്താണ് എനിക്ക് വന്നിട്ടുള്ള ഇത് ശ്രദ്ധിച്ചു നോക്കിയ പല്ലിയുടെ ഇതുണ്ട് പ്രസൻസ്.
അതുണ്ട്, പക്ഷെ എന്താണ് ഇത് കാണിക്കുന്നത്? ഉന്മാദം. എനിക്ക് തോന്നുന്നത് ഇവൻ ആ ക്യാസിൽ പോയി പെട്ടേ ആ, ഒരു ലൂപ്പിലായി പോയി, അവന്റെ ഇതായിപ്പോയി, അങ്ങനെ ആയിരിക്കും. മെന്റൽ ട്രോമയായ. അങ്ങനെ ആയിരിക്കും. എന്തായാലും അവൻ നോർമലാണ്, പക്ഷെ ചില സമയത്ത് നോക്കുമ്പം എന്ന് വെച്ചാ കേസിന്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോവായിരിക്കും. എന്തായാലും വീഡിയോ കൊള്ളാല്ലേ? ട്രെയിലർ ഒരു കൊള്ളാം. ഇനി മൂവി ഇറങ്ങുമ്പം എങ്ങനെയാണെന്ന് നോക്കാം.